ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രത്യാശയോടും ധൈര്യത്തോടും സന്തോഷത്തോടും ഈ പകൽക്കാലം നമുക്കായിരിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. അവൻ നമ്മുടെ കർത്താവ്. അവനൊരു സമയമുണ്ട്. ആ സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഒന്ന് താണിരിക്കാം. ഈ ബലമേറിയ കരം നമ്മളെ താഴ്ത്തുകയല്ല, താഴ്ച പ്രാപിക്കുകയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മുടെ തലകളെ ഉയർത്തുന്നവൻ, നമ്മെ മാനിക്കുന്നവൻ, ഉദ്ധരിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയുവാനിടയാകട്ടെ. എന്നെ ഉയർത്തുന്ന എന്റെ ദൈവത്തിന്റെ കരം ബലമുള്ള കരമാണ്. താഴ്ച വരാതെ നിലനിർത്തുന്നത് എന്റെ ദൈവത്തിന്റെ ബലമുള്ള കരമാണ്. ദൃഷ്ടി വെച്ചാൽ അവനെ പറഞ്ഞു തരുന്നവനായ ആ സർവശക്തന്റെ കരത്തിൽ ആശ്രയിക്കട്ടെ. പ്രതീക്ഷകൾ പലതും മങ്ങിയതുപോലെ ആയെങ്കിൽ, ആഗ്രഹിച്ചതുപോലെ നിറവേറാതിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം വീണ്ടും പ്രത്യാശയോടെ ആയിരിക്കട്ടെ. ആ ബലമേറിയ കരത്തിലൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ സമയം ഇന്നായിരിക്കും. എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ബലമുള്ള കരത്തിന്റെ പ്രവൃത്തി ഇന്നായിരിക്കും. ആ വിശ്വാസവും ആ പ്രത്യാശയും നിരാശയില്ലാതെ, നിരാശയെ തള്ളിമാറ്റി ബലത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.